Good morning, ma'am. Good morning. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. ടാഗിങ് വരെയായിരുന്നല്ലേ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്റെ കഴിഞ്ഞ ക്ലാസ്സില് ടാഗിങ് അല്ലേ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് കൊടുത്തിട്ടുണ്ട് അവിടെ. START, സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് is the method of quickly recognizing victims who have immediately ഓക്കെ, സ്പീഡ് ഞാൻ കുറയ്ക്കാം കേട്ടോ. ഓക്കെ, ടാഗിങ് പറഞ്ഞായിരുന്നല്ലോ. ടാഗിങ് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? പറഞ്ഞിരുന്നോ? ഇല്ല, എടുത്തില്ല. ഓക്കെ, അപ്പൊ ടാഗിങ് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. അതായത് ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ് ടാഗ് ആണ് കൊടുക്കുന്നത് ഫസ്റ്റ്, അർജന്റ് പേഷ്യൻസിന് യെല്ലോ ടാഗ് ആണ് കൊടുക്കുന്നത് സെക്കൻഡ്, വാക്കിംഗ് വാണ്ടഡിന് ഗ്രീൻ ടാഗ് തേർഡ്, ഡെഡ് എനി ഡൈയിങ് ബ്ലാക്ക് ടാഗ് ആണ് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത്. ആ കളറുകളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തിരിക്കുന്നതാണ് അവിടെ. റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്. അത് അറിഞ്ഞിരിക്കാം 4 കാറ്റഗറിയിൽ കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് നോക്കാം. Start is the method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ മുമ്പ് ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നു. അത് തന്നെ മനസ്സിൽ വെച്ചാൽ മതി, വേറൊന്നും അതിനകത്തുനിന്ന് വരില്ല കേട്ടോ. ആ 4 കാറ്റഗറി അതുപോലെ തന്നെ കളറുകൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് PDF കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്നാണ് സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം വരുന്നത്. അതായത് വരുന്ന പേഷ്യൻസിൽ നിന്ന് ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള പേഷ്യൻസ്, ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്, ഇവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ അവിടെ നടത്തുന്നത്. അപ്പൊ സ്റ്റാർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിന്റെ ഓരോ ഫേസും അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. First step in start is to sort out victims into ambulatory and non-ambulatory by giving verbal instructions. ആദ്യം തന്നെ ഒരു കൂട്ടം പേഷ്യൻസിനെ കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന പേഷ്യൻസിൽ നിന്നും സോർട്ട് ഔട്ട് ചെയ്യാണ്. സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തരംതിരിക്കുക. അതായത് നടക്കാൻ വയ്യാത്ത പേഷ്യൻസ് എന്നും അതുപോലെ തന്നെ നടക്കാൻ പറ്റുന്ന പേഷ്യൻസ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ആദ്യം ആർക്കാണ് അവിടെ കെയർ കൊടുക്കേണ്ടത്? ആംബുലേറ്ററി പേഷ്യൻസിനാണ്. അതായത് നടക്കാൻ പറ്റാത്ത പേഷ്യൻസിനാണ് ആദ്യം അവിടെ കെയർ കൊടുക്കേണ്ടത്. അങ്ങനെ അവർ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. 2 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. വെർബൽ ഇൻസ്ട്രക്ഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്ന, സോർട്ട് ഔട്ട് ചെയ്യുക. അതായത് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നു, മറ്റൊരു വിഭാഗത്തിന് ഡിലൈഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. ദെൻ സെക്കൻഡ് വൺ റെസ്പിറേഷൻ ആണ്. ബിലോ 30 per minute ആണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ശ്വസന നിരക്ക്, റെസ്പിറേഷൻ റേറ്റ് 30-ന് താഴെയാണോ എന്ന് ചെക്ക് ചെയ്യാണ്. ആദ്യം തന്നെ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, വരുന്ന 50 പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ 25 പേഷ്യൻസ് ആംബുലേറ്ററി ആയിരിക്കും, ബാക്കി 25 ഉള്ളത് നോൺ ആംബുലേറ്ററി ആയിരിക്കും. അവരെ തമ്മിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആംബുലേറ്ററി പേഷ്യൻസിന്റെ എന്ത് നോക്കുന്നുണ്ട്, റെസ്പിറേഷൻ നോക്കുന്നുണ്ട് കേട്ടോ. അവർക്കാണ് പരിഗണന കൊടുക്കുന്നത് ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ടാണ് നോൺ ആംബുലേറ്ററിക്ക് എന്ത് കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ ശ്വസന നിരക്ക് നോക്കുന്നു. ശ്വസന നിരക്ക് എന്ന് പറയുന്നത് ബിലോ 30 ആണോ എന്ന്, അതായത് 30-ൽ താഴെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ, ദെൻ മൂന്നാമത്തത് പെർഫ്യൂഷൻ ആണ്. പെർഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ അതിലോട്ടൊക്കെ എന്താ പറയാ, സോറി കേട്ടോ, നമ്മുടെ ടിഷ്യൂ അതുപോലെ ഹാർട്ട്, ഈ 2 ഭാഗത്തേക്കും
ബ്ലഡ് ഫ്ലോ ആവുന്നതിനെയാണ് പെർഫ്യൂഷൻ എന്ന് പറയാ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വാട്ട് ഈസ് പെർഫ്യൂഷൻ എന്ന് ചോദിച്ചാല് ഫ്ലോ ആണ്, ബ്ലഡിന്റെ ഫ്ലോ ആണ്. എങ്ങോട്ടുള്ള? ടിഷ്യൂലേക്കും അതുപോലെ തന്നെ ഹാർട്ടിലേക്കുമുള്ള ബ്ലഡിന്റെ ഫ്ലോയെയാണ് എന്ത് പറയുന്നത്? പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. സ്പീഡ് കൂടുന്നില്ലല്ലോ ഇപ്പൊ? സ്പീഡ് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ, ഇതുപോലെ എടുത്താ മതിയോ? അപ്പോ ബ്ലഡിന്റെ ഫ്ലോ ആണ് കേട്ടോ. ടിഷ്യൂലേക്കും അതുപോലെ തന്നെ ഹാർട്ടിലേക്കുമുള്ള ബ്ലഡിന്റെ ഫ്ലോയെയാണ് പെർഫ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ പെർഫ്യൂഷൻ നോക്കാവുന്നതാണ്. അതായത് ഒരാളുടെ ബ്ലഡിന്റെ ഫ്ലോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡുകൾ ഉപയോഗിക്കാം. അതിനകത്ത് ഒരു മെത്തേഡ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്. ആദ്യത്തെ മെത്തേഡ് കേട്ടോ, പെർഫ്യൂഷൻ നോക്കുന്ന ആദ്യത്തെ മെത്തേഡ് ആണ് റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് ആണ് ബി, കാപ്പിലറി റീഫിൽ. ഓക്കെ, ബ്ലാഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്, വൈറ്റ് ടു റെഡ് ഇൻ 2 seconds. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ പെർഫ്യൂഷൻ നോക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ പറയാ, നമ്മുടെ കൈ ഉണ്ടല്ലോ, നാഡീവെടുപ്പ് നോക്കുന്നതാണ്. പൾസ്, അതായത് ഇവിടെ നിൽക്കുമ്പോ എന്താണ് ഡോക്ടർമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ നോക്കൂ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൾസ് ഉണ്ടോന്ന് അറിയാൻ പറ്റും അല്ലെ? ഡെത്തായ കേസിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ആള് ഡെത്തായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഒരു റേറ്റ് നോക്കുന്നുണ്ട്, അതാണ് റേഡിയൽ പൾസ് എന്ന് പറയുന്നത് കേട്ടോ. കൈത്തണ്ടയിൽ വെച്ചിട്ട് അമർത്തി അല്ലെങ്കിൽ പ്രസ് ചെയ്ത് നോക്കുന്നതാണ് റേഡിയൽ പൾസ്. അത് പ്രസന്റ് ആണോ, അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതുവരെ എടുത്തത് ക്ലിയർ അല്ലേ? ആണോ? പറഞ്ഞോട്ടെ. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കാപ്പിലറി റീഫിൽ ആണ്. കാപ്പിലറി റീഫിൽ എന്ന് പറഞ്ഞാല് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 2 വിരലെടുക്കുക. നിങ്ങോട്ട് നോക്കിയേ, ഒന്ന് തള്ളവിരലെടുക്കുക, ചൂണ്ടുവിരലെടുക്കുക. അതിനുശേഷം തള്ളവിരലും കൊണ്ട് നമ്മുടെ ചൂണ്ടുവിരലിന്റെ നഖത്തിന്റെ അഗ്രഭാഗം ഉണ്ടല്ലോ, സ്കിന്നിന്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കളറാണ് കാണാൻ പറ്റുന്നത്? എന്ത് കളറാണ് കാണാൻ പറ്റുന്നേ? റെഡോ? പ്രസ് ചെയ്ത് കഴിയുമ്പോ നോ റെഡ് കാണില്ല കേട്ടോ. വൈറ്റ് കളറാ കാണാൻ പറ്റുക കേട്ടോ. വൈറ്റ് കളർ കാണാനായിട്ട് സാധിക്കും കേട്ടോ. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് കാണാൻ സാധിക്കും. ഇനി അത് പെട്ടെന്ന് റിലീസ് ചെയ്തേ നിങ്ങള്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കളർ കാണാനായി സാധിക്കും? റിലീസ് ചെയ്യുമ്പോൾ റെഡ് കളർ കാണാനായിട്ട് സാധിക്കും. റിലീസ് ചെയ്യുമ്പോൾ റെഡ് ആണ് കാണാം. അപ്പോ ഈ ഒരു എന്താ പറയാ, ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ റെഡ് കളർ കാണാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മള് വരുന്ന പേഷ്യൻസിനെ ബ്ലഡ് ഫ്ലോ നോക്കാനായിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ റെഡ് കാണില്ല. ദാറ്റ് ഈസ് ആ ആൾക്ക് ബ്ലഡ് ഫ്ലോ ഇല്ലെന്നാണ് അത് മീൻ ചെയ്യുന്നത് കേട്ടോ. ബ്ലഡ് ഫ്ലോയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ റെഡ് കളർ കാണില്ല, വൈറ്റ് തന്നെയാണ് കാണുക. അപ്പൊ ഈ രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ പെർഫ്യൂഷൻ നോക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അടുത്തത് മെന്റൽ സ്റ്റാറ്റസ്, വെദർ ഹി ഷീ ക്യാൻ ഫ്ലോ കമാൻഡ്സ് ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്. അതായത് ഇത് രണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മെന്റൽ സ്റ്റാറ്റസ് നോക്കുന്നത്? അതായത് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റുന്നുണ്ടോ, നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, സറൗണ്ടിങ്സ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ അയാൾക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ 3 സ്റ്റെപ്പുകളായിട്ട് വീണ്ടും നടത്തുന്നുണ്ട്. അതിനുശേഷം ഓപ്പൺ ദ എയർവേ, അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതായത് CPR കൊടുത്തതിന് ശേഷമാണ് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന്, നമുക്ക് കാർഡിയാക് അറസ്റ്റ് ഒക്കെ സംഭവിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ CPR കൊടുത്തതിന് ശേഷമാണ് എയർവേ സ്റ്റാർട്ട് ചെയ്യുക. എയർവേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോപ്പർ എന്താ പറയാ, ഓക്സിജൻ മാസ്ക് കൊടുക്കുക, അദ്ദേഹത്തിന് എന്താ പറയാ ബോഡിയൊക്കെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എയർവേ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഓപ്പൺ എയർവേ ആണ് ആദ്യം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എല്ലാവിധ എക്യുപ്മെന്റുകളോടും കൂടി സജ്ജമാക്കി
കൊടുക്കുന്നു. രണ്ടാമത്തത് സ്റ്റോപ്പ് ദ ബ്ലീഡിംഗ് ആണ്. അദ്ദേഹത്തിന് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മൂന്നാമത്തത് എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. അതായത് ഡിഫിബ്രിലേറ്റർ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പേഷ്യൻസിന് ഷോക്ക് കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ. അതായത് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഹാർട്ടിലൊക്കെ പ്രസ് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾ പ്രസ് ചെയ്യുന്നത് മുന്നിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ സാധാരണ കേസിലൊക്കെ പേഷ്യൻസിന്റെ കാല് എന്ത് ചെയ്യും? പൊക്കി വെക്കും. കാലുകളെ ലെഗ്സ് എന്ത് ചെയ്യും? പൊക്കി വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചില പേഷ്യൻസ് എന്താ പറയാ ഇതിനോട് റെസ്പോണ്ട് ചെയ്യാത്ത പേഷ്യൻസ് ഉണ്ട്, ഒന്നിനും എന്താ പറയാ പ്രതികരിക്കാത്ത പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് കൂട്ടാക്കാത്ത പേഷ്യൻസ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒച്ചയെടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് അവരുടെ കാലുകളൊക്കെ സുരക്ഷിതമാക്കി വെക്കുന്നത്. അപ്പൊ ഈ ഒരു 3 പ്രൊസീജിയറിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താ പറയാ ഇവിടെ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? വന്നോ? കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ട്രൈ ചെയ്തൊന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ വായിച്ചെന്ന് കരുതുന്നു. വായിച്ചോ? നിങ്ങള് റീഡ് ചെയ്തോ? ഇപ്പോൾ തന്നെ നെറ്റ് പോയല്ലേ? ഓക്കെ, ട്രയേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വൺ. ആദ്യം തന്നെ പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നുണ്ടോ നോക്കും, ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഹൃദയമിടിപ്പിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് ഫസ്റ്റ് വൺ. ഓക്കെ, അതിനുശേഷം നോ എന്നും കൊടുത്തിട്ടുണ്ട്, യെസ് എന്നും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത്
സ്ക്രീൻ കാണുന്നില്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു സെക്കൻഡേ. സ്ക്രീൻ കാണില്ല. ഇപ്പൊ ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ആദ്യം പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നുണ്ടോ നോക്കും. അതിനുശേഷം നോ കൊടുത്തിട്ടുണ്ട്, യെസ് കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നില്ല എങ്കിൽ, നോ എന്നാണെങ്കിൽ ഫസ്റ്റ് തന്നെ പേഷ്യന്റിന് ഓപ്പൺ പേഷ്യന്റ് എയർവേ ഈസ് പേഷ്യന്റ് ബ്രെത്തിങ്. അതായത് വരുമ്പോ തന്നെ പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ പേഷ്യന്റ് ബ്രെത്തിങ് ഇല്ല എങ്കിലാണെങ്കിൽ CPR കൊടുക്കും. ഉടനെ തന്നെ CPR കൊടുക്കും. CPR കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്യും, പേഷ്യന്റ് ബ്രെത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇനി CPR കൊടുത്തിട്ടും ബ്രെത്ത് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പേഷ്യന്റ് ഡൈ ആയി എന്നാണ് അർത്ഥം കേട്ടോ. അതാണ് അവിടെ ഡെഡ് ഓർ ഡൈയിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്ന പേഷ്യൻസിനെ CPR കൊടുത്തു, ഒന്നും കൂടി പരിശോധിച്ചു, ബ്രെത്ത് ചെയ്യാൻ ആരംഭിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഓക്കെ, then അടുത്ത നോക്കിയേ നിങ്ങള്, രണ്ടാമത്തെ ലൈനില് S എന്ന് കൊടുത്തിരിക്കുന്ന നോക്കിയേ. അതിനകത്ത് ബിലോ 30 ബ്രെത്ത് പെർ മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ above 30 ബ്രെത്ത് പെർ മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, ബിലോ 30 ബ്രെത്ത് പെർ മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് above 30 ബ്രെത്ത് ആണെങ്കിൽ, ഒരു മിനിറ്റില് 30ന് മുകളിലാണ് ബ്രെത്ത് റേറ്റ് എങ്കിൽ എത്രയും പെട്ടെന്ന് ആ രോഗിക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ഇനി ബിലോ 30 ആണ് ബ്രെത്ത് റേറ്റ് എങ്കിൽ മിനിറ്റില് എന്താണ് നോക്കേണ്ടത്? അങ്ങനെ കണ്ടു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ റേഡിയൽ പൾസ് നോക്കണം. അതായത് റേഡിയൽ പൾസ് നോക്കുന്ന രണ്ട് രീതി ഞാൻ പറഞ്ഞു അല്ലെ. ഒന്ന് കൈത്തണ്ടയിൽ പിടിക്കാം, അല്ലെങ്കിൽ കാപ്പിലറി റീഫിൽ ഉപയോഗിക്കാം. ആ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ റേഡിയൽ പൾസ് നോക്കാം. ഇനി റേഡിയൽ പൾസ് എന്താണ് എസ് എന്നാണെങ്കിൽ, റേഡിയൽ പൾസ് നോർമൽ ആണ്, കുഴപ്പമൊന്നുമില്ലെന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. ക്യാൻ പേഷ്യന്റ് ഫോളോ കമാൻഡ്സ്, പേഷ്യന്റ് പേര് പറയുന്നുണ്ടോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പേഷ്യന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി ബിലോ 30 ആണ്, അല്ല എബോവ് അല്ലേ, എബോവ് 30 ആണെങ്കിലാണ് ഇമ്മീഡിയറ്റ് കെയർ കേട്ടോ. ബിലോ 30 ആണ് ഞാൻ ഈ പറയുന്നത്. റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് നോക്കും. റേഡിയൽ പൾസ് പ്രസന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കും. ദെൻ മെന്റൽ സ്റ്റാറ്റസ് ക്ലിയർ അല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. മെന്റൽ സ്റ്റാറ്റസ് ക്ലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഡിലേഡ് കെയർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ റേഡിയൽ പൾസ് പ്രസന്റ് അല്ലാത്ത പേഷ്യൻസ്, നോർമൽ അല്ലാത്ത പേഷ്യന്റിന് ആദ്യം തന്നെ ബ്ലീഡിങ് കൺട്രോൾ ആണ് ചെയ്യുക. ദെൻ അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ടിക്ക് ചെയ്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ, അവസാനം പറഞ്ഞു തരാം, ചോദിച്ചാൽ മതി. അടുത്ത നോക്കിയാൽ നിങ്ങൾ ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ്. നമ്മൾക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അല്ലെ. പല സാഹചര്യത്തിലാണ് പലതരത്തിലുള്ള കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ കോഡ് റെഡ് ആണ്. കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ ഫയർ അല്ലെ, തീപിടുത്തം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ആദ്യം വായിക്കാം, then എക്സ്പ്ലെയിൻ ചെയ്യാം. ഫയർ, സ്മോക്ക് ഓർ ദ odor ഓഫ് സംതിങ് ബേണിംഗ്, ഇനീഷ്യേറ്റ് കോഡ് റെഡ് ടീം അലേർട്ട് ആസ് പെർ ഫയർ മാനുവൽ ഇൻഫോം 5000. അതായത് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തില്, അതുപോലെ തന്നെ പുക ഉണ്ടാകുന്ന സാഹചര്യത്തില്, അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിക്കരിയുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ,
Then notify the telephone operator, follow the race protocol, or rescue, remove everyone from immediate danger. A, activate a fire alarm. C, confine smoke and fire and close all doors. E, extinguish the fire if possible. Note, alert others by shouting code red. കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ടെലിഫോൺ ഓപ്പറേറ്ററെ വിവരം അറിയിക്കണം. ഓക്കെ, അതായത് കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ വിളിക്കുന്നത്? ടെലിഫോൺ ഓപ്പറേറ്റർ ഇൻഫോം ചെയ്യുന്നത്. അതിനുശേഷം റേസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോള് നമ്മൾ കോഡ് റെഡിലാണ് ഉപയോഗിക്കുന്നത്. റേസ് എന്ന് പറയുന്ന ആ ഒരു ഫുൾ ഫോമിന്റെ ആ ഒരു വേർഡ് എന്ന് പറയുന്നത് അതിന്റെ ഓരോ ലെറ്ററിനും ഓരോ മീനിങ് ആണുള്ളത്. ഫസ്റ്റ് വൺ, റേസ് പ്രോട്ടോകോളിലെ R എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നത് റെസ്ക്യൂ ആണ്. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, അല്ലെങ്കിൽ റിമൂവ് എന്ന് പറയും. എവ്രി വൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ, അതായത് തീപിടുത്തം ഉണ്ടായിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് R for rescue എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then A for activate a alarm, a fire alarm, അതായത് നമ്മൾ ഈ തീപിടുത്തം ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ സൈറണൊക്കെ മുഴക്കുമല്ലോ, അലാം മുഴക്കുമല്ലോ, അലാറം വലിയ രീതിയിൽ എന്താ പറയാ ആളുകളെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ എന്താണ് സൈറൺ മുഴക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിനെയാണ് എന്ത് പറയാ? A for activate a fire alarm എന്ന് പറയാം കേട്ടോ. Then C, confine smoke and fire and close all doors. തീപിടുത്തം ഉണ്ടായി കഴിയുന്ന ഒരു സാഹചര്യത്തില് എത്രയും പെട്ടെന്ന് ആ ഏരിയയിലെ ജനലുകളും വാതിലുകളൊക്കെ എന്താണ് അടച്ചിടുക എന്നുള്ളതാണ് C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then E, extinguish the fire if possible, അതായത് നിങ്ങൾ ആ ഒരു ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആ തീ അണയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതാണ് E എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ആ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇവിടെ നോട്ട് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നേ? അതായത് കഴിയുന്നത്ര ഉച്ചത്തിൽ ആളുകളെ വിളിച്ച് അപകട സൂചന അറിയിക്കുക, ഷൗട്ട് ചെയ്ത് പറയാ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധാരണ മാംവിധം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പാമ്പ് വന്നെന്ന് വിചാരിക്കാം, നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര രീതിയിൽ ഒച്ചപ്പാടെടുക്കും അല്ലെ? അത് കേട്ടിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു കണ്ടീഷൻ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള മാക്സിമം സൗണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഒച്ചയെടുത്ത് നിലവിളിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഒരു ടേബിളിൽ പറയുന്നത് ഇൻ അതർ ഏരിയാസ് ഓർ ഏരിയ എവേ ഫ്രം ദ അലാം ലൊക്കേഷൻ ക്ലോസ് ഓൾ ഡോർസ് ആൻഡ് വിൻഡോസ് ഈവൻ ഇഫ് യു ആർ നോട്ട് ലൊക്കേറ്റഡ് ഇൻ ദ അലാം ഏരിയ. Watch for signs of fire and smoke. Do not use elevators. Report to the assigned work area. Wait for instructions. അതായത് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഏരിയയിൽ നിന്ന് മാറി കുറച്ച് ഏരിയയിൽ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും തീപിടുത്തം ഉണ്ടായിരിക്കുക. മറ്റ് ഏരിയകളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജനലുകളും വാതിലുകളും ഒക്കെ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ മറ്റുള്ളവർ അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ആവശ്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കാം. നമുക്കറിയാം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് എന്താ പറയാ, 4 ചുറ്റും എന്ത് പറ്റും? അതായത് കിട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ? റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞ് സൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും എലവേറ്റേഴ്സ്, ലിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അത് എവിടെയാണെങ്കിലും ഒരു അപകട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എലവേറ്റേഴ്സ് യൂസ് ചെയ്ത് ലിഫ്റ്റുകളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യില്ല. ഇനി ഈ തീപിടുത്തത്തിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, അതായത് ഇത് അണയ്ക്കാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ വരുന്നത് വരെ അവരുടെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതെന്താ ഇതിങ്ങനെ കുളമാക്കി? ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. അതായത് ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ബാക്കിയുള്ള ടേബിള് നിങ്ങൾ നോക്കിയാൽ മതി. ടേബിള് അതായത് അതിനകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതങ്ങനെയാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. PDF അങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ
ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വരുന്നത് വരെ അതിന്റെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കാത്തു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അത് അണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷെ വലിയ രീതിയിൽ നമുക്കത് ചെയ്യാനൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് ഒക്കെ വരുന്നവരെന്ത് ചെയ്യുക, കാത്ത് നിൽക്കുക. ലാസ്റ്റ് ടേബിൾ എന്താണ് നമുക്ക് നോക്കാം. ഇത് 4 രീതിയിൽ ടേബിള് 4 ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 ടേബിളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നുമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പറയുന്നത് 4ാമത്തെ ടേബിൾ ആണ് കേട്ടോ. ലാസ്റ്റ് വൺ, when using extinguisher to put out the fire, remember pass. P, pull the pin. A, aim the nozzle. S, squeeze the handle. S, sweep in a side to side motion. അതായത് ഇവിടെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ലാസ്റ്റ് വൺ നമ്മള് ഇവിടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നിങ്ങൾക്ക് അറിയാം, എവിടെയാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ടാവുക? എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെട്ടിടങ്ങളിലും ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ടാവും. എവിടെയാണ് അത് പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടാവുക? എവിടെയാണ് അതിന്റെ സ്ഥാനം? ഏത് ഭാഗത്തായിട്ടാണ്, എവിടെയാണ് ഉണ്ടാവുക ഫയർ എക്സ്റ്റിങ്ക്യൂഷർ? എന്താണ് അതിന്റെ കളറ്? ഒന്ന് കമന്റ് ചെയ്തേ. വാളിലാണ് അല്ലെ, ഭിത്തിയിലായിരിക്കും ഉണ്ടായിരിക്കുക. റെഡ് ആണ് അതിന്റെ കളറ്. ഓക്കെ, അപ്പൊ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ പറ്റി ഉള്ള ഒരു എന്താ പറയാ മെത്തേഡിനെയാണ് നമ്മൾ പാസ് എന്ന് പറയുന്നത്. പാസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ഓരോ ലെറ്ററിലും ഓരോ മീനിങ് ആണുള്ളത്. നമ്മൾ റേസ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ പറഞ്ഞല്ലേ, അതുപോലെ തന്നെയാണ് പാസ്. അപ്പൊ നമുക്ക് നോക്കാം. പാസില് പി എന്ന ലെറ്റർ ഉപയോഗിക്കുന്നത് പുള്ള് ദ പിൻ എന്നാണ് കേട്ടോ. പി എം എന്നല്ല, പിൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഭിത്തിയിൽ നിന്ന് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എടുക്കുക എന്നുള്ളതാണ് പുൾ ദ പിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഇനി എ ഫോർ എയിം ദ നോസിൽ. എയിം എന്നാണ് കേട്ടോ, എയിം എന്നല്ല, എയിം ദ നോസിൽ എന്നാണ്. അതായത് അതൊന്ന് പ്രസ് ചെയ്യുക, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പ്രസ് ചെയ്യുക. ദെൻ എസ്, സ്ക്യൂസ് ദ ഹാൻഡിൽ. ദെൻ അത് ഹാൻഡിൽ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. സ്പ്രെഡ് ചെയ്യുക, അതൊരു സ്പ്രേ പോലെയുള്ള ഒരു സംഭവം അല്ലേ, അപ്പൊ അത് സ്പ്രെഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ എസ്, സ്വീപ്പ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ. അതായത് എല്ലാ ഭാഗത്തേക്കും, ഫയർ ഉള്ള എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുക, ഇത് ഉപയോഗിച്ച് പ്രസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉപയോഗക്രമം. ആദ്യം അത് ഭിത്തിയിൽ നിന്ന് വലിച്ചെടുക്കുക, ദെൻ രണ്ടാമത് അത് പ്രസ് ചെയ്യുക, മൂന്നാമത് സ്പ്രെഡ് ചെയ്യുക, നാലാമത്തേത് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? കോഡ് റെഡ് ക്ലിയർ ആയോ? അടുത്തത് കോഡ് പിങ്ക് ആണ്. കോഡ് പിങ്ക് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് തോന്നുന്നപ്പോഴോ. എന്താണ്? ചൈൽഡ് മിസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് കോഡ് പിങ്ക് പറയുന്നത് കേട്ടോ. കോഡ് പിങ്ക് ഈസ് ആക്ടിവേറ്റഡ് when an infant child is confirmed missing from the NICU, labor room, ward or from the pediatrics floor. അതായത് കോഡ് പിങ്ക് ഒരു ഹോസ്പിറ്റലിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണ്? അതായത് ലേബർ റൂമിൽ നിന്നോ അല്ലെങ്കിൽ പീഡിയാട്രിക് വാർഡിൽ നിന്നോ NICUവിൽ നിന്നോ ഒരു കുട്ടിയെ കാണാതാവുമ്പോഴാണ്, ഒരു കുഞ്ഞിനെ കാണാതാവുമ്പോഴാണ് നമ്മൾ കോഡ് പിങ്ക് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോ നമുക്കറിയാം, ലേബർ റൂമിൽ നിന്ന് അല്ലെങ്കിൽ NICUവിൽ നിന്ന് പീഡിയാട്രിക് വാർഡിൽ നിന്നൊക്കെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന, കിഡ്നാപ്പ് ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കോഡ് പിങ്ക് ആണ് എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടേബിള്, upon learning of an infant or child missing, notify the security supervisor. 1745, immediately secure the immediate area if possible. Allow no one to enter or exit until the arrival of security staff. Check stairways, lockers, waiting rooms and the restrooms. അതായത് ഈ ചൈൽഡ് മിസ്സാകുന്ന സമയം മുതൽ നമ്മൾ, അതായത് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ സെക്യൂരിറ്റി സൂപ്പർവൈസറെ ആ വിവരം അറിയിക്കണം. സെക്യൂരിറ്റി സൂപ്പർവൈസറിന്റെ നമ്പർ ആണ് 1745 എന്നുള്ളത് കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ട് സെക്യൂരിറ്റി സൂപ്പർവൈസറെ അറിയിക്കണം. അതുപോലെ തന്നെ ആ കുട്ടി പോയിട്ടുള്ള, എവിടെ നിന്നാണ് ആ കുട്ടിയെ നഷ്ടപ്പെട്ടത്, ആ ഏരിയ സെക്യൂർ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം പറ്റുമെങ്കിൽ. അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നവരെ ഒരു വ്യക്തിയെയും നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്കോ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കോ പോകാനായിട്ട് അനുവദിക്കരുത്.
ഓക്കെ, പിന്നെ സ്റ്റെയർവേസ്, അതുപോലെ തന്നെ ലോങ്ങേഴ്സ്, വിശ്രമ മുറികള്, വെയിറ്റിംഗ് റൂമുകള്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. കുട്ടിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അടുത്ത ടേബിള്, ക്വസ്റ്റ്യൻ anyone carrying a large duffel bag, packages and trying to conceal an object under their clothing. In the event that someone is observed that fits into the above category, call security and denote the lost sight of that person. ഇനി അതുപോലെ തന്നെ, അതായത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും വ്യക്തി ഒരു വലിയ ബാഗ്, ഡഫൽ എന്ന് പറയുന്നത് ഒരു വലിയ ബാഗിനെയാണ്, ബാഗും കൊണ്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡ്രസ്സിന്റെ അടിയിലായിട്ട് എന്തെങ്കിലും അസാധാരണമാം വിധം നമ്മൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ സെക്യൂരിറ്റി സ്റ്റാഫിനെ അറിയിക്കണം. സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ ആ വ്യക്തിയെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോകാനായിട്ട് അനുവദിക്കരുത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, അതായത് ഈ വലിയ ബാഗിലോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ അടിയിലൊക്കെ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്താ തീരെ കുഞ്ഞുങ്ങളായിരിക്കില്ലേ, അവരെ നമുക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സംശയാസ്പദമായ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ എന്ത് ചെയ്യരുത്, ആ വ്യക്തിയെ നമ്മുടെ മുമ്പിൽ നിന്ന് മാറാനായിട്ട് അനുവദിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ടേബിള്, if that suspected person attempts to leave the building prior to the arrival of security officer, to attempt to stall the person in any way possible. If the person does get into a vehicle, get a good description of the vehicle and the vehicle number and notify security. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ, നമ്മൾ സംശയം തോന്നുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ബിൽഡിങ്ങിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ തടയാനായിട്ട് നോക്കണം. ഇനി നമ്മൾ തടഞ്ഞിട്ടും അദ്ദേഹം നമ്മളെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാണെങ്കിൽ, അദ്ദേഹം ഒരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുവാണെങ്കിൽ ആ വാഹനം ഏതാണ്, ആ വാഹനത്തിന്റെ കളർ എന്താണ്, അതിന്റെ നമ്പർ എന്താണെന്ന് നോട്ട് ചെയ്തിട്ട് അത് സെക്യൂരിറ്റി സ്റ്റാഫുകളെ അറിയിക്കണം. അപ്പൊ ഇത്രയുമാണ് ചൈൽഡ് മിസ്സിംഗുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി പറയണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അടുത്തത് കോഡ് ഓറഞ്ച് ആണ്. കോഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാല് എന്താണ് നോക്കിയാൽ നിങ്ങള്, അതായത് എന്തെങ്കിലും കെമിക്കൽ സ്പില്ലുകൾ അല്ലെങ്കിൽ പദാർത്ഥ ചോർച്ച ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഹസാഡസ് മെറ്റീരിയൽ സ്പിൽ സച്ച് ആസ് കെമിക്കൽ സ്പിൽ, മെർക്കുറി സ്പിൽ, ഗ്യാസ് ലീക്ക്, ഹസാഡസ് ഡ്രഗ് സ്പിൽ എക്സെട്ര. ഹസാഡസ് material spill requires immediate attention to prevent contamination of the environment. അതായത് എന്തെങ്കിലും മെറ്റീരിയൽസ്, വാതകങ്ങൾ ചോരുന്നത്, അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങൾ ചോരുന്നത്, മെർക്കുറി ചോർച്ച, അതുപോലെ ഗ്യാസ് ലീക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും വീര്യം കൂടിയ മരുന്നുകളുടെ ചോർച്ച, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കോഡ് ഓറഞ്ച് എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഒക്കെ ചോർച്ച ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ആ ചോർച്ച ഉണ്ടായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാകും, ആ ഏരിയയിൽ നിന്ന് ഇത് പുറത്തു പോകാതെ നമ്മള് എന്താ പറയാ വാച്ച് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് തടഞ്ഞു നിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാർമസിയിലാണ് എന്തെങ്കിലും ഒരു രാസപദാർത്ഥങ്ങൾ ചോർന്നതെന്ന് വിചാരിക്കുക, ആ ഒരു ഏരിയയിലായിരിക്കും അതിന്റെ സ്പ്രെഡ്നെസ് ഉണ്ടാവുക. അത് ചിലപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ മറ്റേത് ഭാഗത്തേക്കോ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടാമിനേഷൻ, മലിനീകരണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, if the spill is in work area, remove the people patients from the area immediately. Call the operator to initiate the code orange. അതായത് ഈ ചോർച്ച ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റി നിർത്തുക ഇമ്മീഡിയറ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്ററെ വിളിക്കുക, കോഡ് ഓറഞ്ച് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്ററെ ഇൻഫോം ചെയ്യാം. മൂന്നാമത്തെ ടേബിള്,
alert others in the area, confine the spill if possible to do it safely, cordon of the area, post warning signs, do not attempt to clean up any spill without appropriate PPE, use an appropriate spill kit after cleanup, dispose of all PPE and spill മെറ്റീരിയൽ ആസ് ഹസാഡസ് വേസ്റ്റ്. ഇനി എന്താ ചെയ്യേണ്ടത്? അതായത് ആളുകൾ ഈ ഒരു രാസപദാർത്ഥങ്ങൾ ചോർന്ന ഈ സ്പില്ലുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഏരിയയിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരെ തടഞ്ഞു നിർത്തുക. അവരെ തടയാൻ വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡുകളും മറ്റും അവിടെ സ്ഥാപിക്കുക. ഇവിടെ ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഡേഞ്ചർ ആണെന്ന് എന്ത് ചെയ്യുക? പ്രത്യേക സൈനുകൾ സ്ഥാപിക്കുക. ഇനി നമ്മൾ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു ചോർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം PPE കിറ്റ് ധരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇതുമായിട്ട് ഇടപഴകേണ്ടത്. PPE കിറ്റ് ധരിക്കാതെ ഒരിക്കലും രാസപദാർത്ഥങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഇന്ററാക്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇനി PPE കിറ്റ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉപയോഗിക്കേണ്ടത്. അതിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാന്നും കൂടിയുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആളുകളെ എത്രയും പെട്ടെന്ന് അവിടെ മാറ്റുക, ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക, ദെൻ PPE കിറ്റ് ധരിക്കുക, അത് ഉചിതമായിട്ടുള്ള രീതിയിൽ ധരിക്കുക, അലക്ഷ്യമായിട്ട് PPE കിറ്റ് വലിച്ചെറിയാതെ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ടേബിൾ എന്താണെന്ന് നോക്കാം. Account for all people in the area during the cleanup procedure. If the skin is contaminated, wash the area with soap and water for at least 5 minutes or shower thoroughly. Notify ICN nursing supervisor, CMO if an accidental exposure occurs. Seek medical help immediately. അതായത് ഇപ്പൊ നിങ്ങൾ ഈ രാസപദാർത്ഥങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ അതിന്റെ ചോർച്ച നീക്കാനുള്ള ജോലിയിൽ ഏർപ്പെടുവാണെങ്കിൽ നിങ്ങൾ PPE കിറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ ഈ ഒരു രാസപദാർത്ഥം നിങ്ങളുടെ ബോഡിയിൽ തെറിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ 5 മിനിറ്റ് എടുത്തിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വായിലേക്കോ ചിലപ്പോൾ ഈ കെമിക്കൽസ് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള അപകട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ സൂപ്പർവൈസറെ, നഴ്സിംഗ് സൂപ്പർവൈസറെ അറിയിക്കുകയും CMOയെ അറിയിക്കുകയും ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും വേണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, കോഡ് ഓറഞ്ച് ക്ലിയർ ആണോ? നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അധികം പാടൊന്നുമല്ല. ദെൻ കോഡ് ബ്ലൂ നോക്കാം നമുക്ക്. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? കോഡ് ബ്ലൂ എന്താണ്? കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ്, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പോർട്ട് ബൈ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഒരാളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് കോഡ് ബ്ലൂ എന്ന് പറയാം. അപ്പോ ഇങ്ങനെ വരുന്ന പേഷ്യൻസ്, അവരെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് നമ്മൾ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് report by dialing emergency operator number 6664, begin CPR, ACLS protocol, remove visitors from the area room. എന്താ പറയുന്നത്? അതായത് എത്രയും പെട്ടെന്ന് എമർജൻസി ഓപ്പറേറ്ററുടെ നമ്പറിൽ വിളിക്കാനാണ് പറയുന്നത്. എമർജൻസി ഓപ്പറേറ്ററുടെ നമ്പർ ആണ് 6664. കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻഫോം ചെയ്യേണ്ട ആളുടെ നമ്പർ എന്ന് പറയുന്നത് 6664 ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ആ രോഗിക്ക് CPR കൊടുക്കാം. ഞാൻ പറഞ്ഞു കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് CPR ആണ്. CPR കൊടുത്തതിന് ശേഷമാണ് എയർവേ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, CPR കൊടുത്ത ശേഷം ബ്രത്ത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പോ ആദ്യം CPR കൊടുക്കുക. ദെൻ ACLS എന്ന് പറഞ്ഞാല് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ആണ്. CPR കൊടുത്തതിന് ശേഷം ഫർദർ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുക്കും. ഓക്കെ,
ACLS mean advanced cardiac life support. Okay. Then അതിനുശേഷം ആ പേഷ്യന്റെ ഭാഗത്ത് നിന്നുള്ള ആളുകളെ അവിടെ നിന്ന് റിമൂവ് ചെയ്യും, മാറ്റും. പേഷ്യന്റെ ഭാഗത്ത് നിന്ന് ധാരാളം ആളുകൾക്ക് കൂടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആളുകളെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. Then അടുത്ത ടേബിള് follow code blue policies and procedures and phlebotomy and ECG services. കോഡ് ബ്ലൂ പോളിസികള് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ പറയുന്നത് കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യൻസിന്റെ ബ്ലഡ് എന്ത് ചെയ്യും, നമ്മള് ലബോറട്ടറിയിൽ അയക്കും. അതാണ് ഫ്ലബോട്ടമി എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് ടെസ്റ്റും മറ്റുമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ഫ്ലബോട്ടമിയിലേക്ക് സെൻഡ് ചെയ്യും, അതായത് ലബോറട്ടറിയിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ECG വേരിയേഷൻ, അതായത് ഹാർട്ടിന്റെ വേരിയേഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ECG എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് എടുക്കാനായിട്ട് നോക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഫ്ലബോട്ടമിയിലേക്ക് ആദ്യം ബ്ലഡ് അയക്കും, ECG എടുക്കാനായിട്ട് നോക്കും പേഷ്യന്റിന്റെ. ലാസ്റ്റ് വൺ റെസ്യൂം normal operations, only designated team members will respond to the CPR area. അതുപോലെ തന്നെ ഈ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമാണ് ഈ പേഷ്യന്റിനെ നോക്കാനും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ അടുത്ത് നിൽക്കാനും അയാളെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള അവകാശമുള്ളത്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെമ്പേഴ്സിന് മാത്രമാണ് അവരെ നോക്കാനായിട്ട് ചുമതലയുള്ളത്. അത്രയുമാണ് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ കോഡ് ഗ്രൂപ്പ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കോഡ് യെല്ലോ നോക്കാം കേട്ടോ. കോഡ് യെല്ലോ എന്ന് പറയുന്നത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടാണ്. An external disaster has occurred. The hospital will be receiving patients in excess normal. അതായത് സാധാരണ രീതിയിലേക്കാളും കൂടുതൽ ആളുകളെ കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ അതൊരു ദുരന്തവുമായിട്ടായിരിക്കും വരുന്നത് അല്ലെ. അതായത് സാധാരണ ഒരു 100 പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ അതിന്റെ എന്താ പറയാ ഇരട്ടി അല്ലെങ്കിൽ എന്താ പറയാ അതിനേക്കാളും കൂടുതൽ ഒരു 200-300 ആളുകള് ഒരുമിച്ച് ഒരു കൂട്ടത്തോടെ വന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ഡിസാസ്റ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്താണ് കോഡ് യെല്ലോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. Locate and follow emergency action plans manual. Upon learning of an alert, all departments should activate their department specific disaster plan as outlined in the hospital emergency procedures manual. CMO should report to the emergency operations center in charge located in the nursing administration 1841. എന്താ പറയുന്നതിനകത്ത് അതായത് ഡിസാസ്റ്റർ മാനുവൽ പ്രകാരം നമ്മൾക്കറിയാം ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ഒരു ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കും അല്ലെ. ആ ഡിസാസ്റ്റർ മാനുവൽ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ആ പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസാസ്റ്റർ മാനുവലിന്റെ ഒരു കോപ്പി എത്തുന്നുണ്ട്. അപ്പോ അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് അറിയാം എങ്ങനെയാണ് ഇതുമായിട്ട് പ്രവർത്തിക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ CMO അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആ നമ്പർ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. 1841 എന്ന് പറയുന്ന നമ്പർ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് check over all status of the ER department such as facilities, supplies and asset staffing needs. Notify department in charge coordinator. All departments should send extra staff to the ER bay. അതായത് ഈ ഒരു ഡിസാസ്റ്റർ ആ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അതായത് എമർജൻസി റൂം ഡിപ്പാർട്ട്മെന്റില് അവൈലബിൾ അതായത് ഫെസിലിറ്റി സൗകര്യങ്ങൾ ഉണ്ടോ, അതുപോലെ തന്നെ ഉപകരണങ്ങൾ സപ്ലൈസ് ഉണ്ടോ, അതുപോലെ തന്നെ സ്റ്റാഫുകൾ അവിടെ അവൈലബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജിനെയും കോർഡിനേറ്ററെയും ഇൻഫോം ചെയ്യുന്നു. ഇനി ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് നമ്മളെ സ്റ്റാഫുകളെ വലിക്കുകയും ചെയ്യുന്നുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വേറെ വാർഡിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ഡിസാസ്റ്റർ വരുമ്പോൾ സ്റ്റാഫുകളെ വലിക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ
As designated staff are ways, each person with a role in the emergency manual plan will receive a job action sheet. All other on-duty staff not otherwise assigned to ER position should remain in their department and maintain normal operation. ഇനി എല്ലാ സ്റ്റാഫുകൾക്കും അവരുടേതായിട്ടുള്ള നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നതാണ്. എല്ലാ സ്റ്റാഫുകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കും, ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. അവരുടെ ജോലി എന്താണെന്ന് ഒരു ജോബ് ആക്ഷൻ ഷീറ്റിൽ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ സ്റ്റാഫുകൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചില സ്റ്റാഫുകൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകില്ല. അങ്ങനെയുള്ള സ്റ്റാഫുകൾ എന്താ ചെയ്യേണ്ടത്, ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്താണോ അവർക്ക് പറഞ്ഞിരിക്കുന്ന ജോലി അത് ചെയ്യാം. അധിക ജോലികൾ അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണോ അവരുടെ പണി അത് അവർ ചെയ്യാന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? പൊടിയല്ലോ. അടുത്തത് പറഞ്ഞോട്ടെ. ഇനി അടുത്തത് കോഡ് വയലറ്റ് ആണ്. കോഡ് വയലറ്റ് എന്ന് പറയുന്നത് ഞാൻ വായിക്കാം. അസിസ്റ്റൻസ് ഇസ് നീഡഡ് വിത്ത് ആൻ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ് ഇൻഡിവിജ്വൽസ്. നോട്ട്, എ കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേർ എ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വയലന്റ് ആവുകയാണ്. വയലന്റ് ആകുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണെന്ത്, കോഡ് വയലറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഔട്ട് ഓഫ് കൺട്രോളിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ വയലന്റ് അസാധാരണ വിധം ആ പേഷ്യന്റ് അതായത് ഭയങ്കരമായിട്ട് അക്രമകാരിയാണ്, ആളുകളെ ഉപദ്രവിക്കുന്നു, വഴക്ക് പറയുന്നു, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണ് കോഡ് വയലറ്റ്. ഓക്കെ, അപ്പോ ഇവിടെ പ്രത്യേകം നോട്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. എ കോഡ് വയലറ്റ് ഷുഡ് നോട്ട് ബി ആക്ടിവേറ്റഡ് വേർ എ ഗൺ ഓർ വെപ്പൺ മേ ബി ഇൻവോൾവ്ഡ്. അതായത് ഒരു സാഹചര്യത്തിൽ നമ്മൾ കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യില്ല. അത് ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോ ഒരാള് ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ്, അയാള് വേറൊരാളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു, അയാൾക്ക് ത്രെട്ട് ഉണ്ടാകുന്ന രീതിയിൽ അയാളെ എന്ത് ചെയ്യുന്നു, പ്രകോപിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാം. എന്നാൽ ഈ വയലന്റ് ആയിട്ടുള്ള ആളുടെ കയ്യില് തോക്കോ അല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ മാരകായുധമോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യരുത്, കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യരുത്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള മാരകായുധങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് അയാൾ വയലന്റ് ആവുന്നെങ്കിൽ ആ കോഡ് അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. അതിന് പകരം മറ്റൊരു കോഡാണ് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലുകളിൽ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ വയലന്റ് ആകുന്ന കേസുകളിലാണെങ്കിൽ നമുക്ക് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാം. പക്ഷെ അതിനകത്ത് തന്നെ മാരകായുധങ്ങൾ കയ്യിലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യരുത്. അത് രണ്ടും ഒന്ന് മനസ്സിലൊന്ന് ഓർത്തു വെക്കുക. അതെന്താണ് ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ടേബിളിൽ പറയുന്നത് ഡയൽ എമർജൻസി നമ്പർ ടു ഇനിഷ്യേറ്റ് കോഡ് വയലറ്റ് ആൻഡ് റിപ്പോർട്ട് ദ ലൊക്കേഷൻ, കോൺടാക്ട് സെക്യൂരിറ്റി ആൻഡ് നഴ്സിംഗ് സൂപ്പർവൈസർ ഇമ്മീഡിയറ്റ്ലി. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എമർജൻസി നമ്പറിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഏത് സ്ഥലത്താണോ ഈ രോഗി വയലന്റ് ആയിട്ട് പെരുമാറുന്നത്, സ്ഥലം എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണ് ആ രോഗി നിൽക്കുന്ന, അത് കറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുക, സെക്യൂരിറ്റിക്കും നഴ്സിംഗ് സൂപ്പർവൈസറിനും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ രോഗി നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഇൻഫോർമേഷൻ കൊടുക്കും. ഓക്കെ, അടുത്ത ടേബിള് do not attempt to control the out of control individual. Security will provide instructions for responding personnel on the type of assistance required. നമ്മൾ ഒരിക്കലും വയലന്റ് ആയിട്ടുള്ള ആളുകളെ നിയന്ത്രണത്തിലാക്കാനായിട്ട് ശ്രമിക്കരുത്. സെക്യൂരിറ്റിയുടെ ഇൻസ്ട്രക്ഷൻസ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ബിഹേവിയർ ആണ്. നമുക്കറിയില്ല, ഇപ്പൊ ഞാൻ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ പെരുമാറുന്നത് അല്ലെ. അപ്പൊ ആളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ആൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വേണം അദ്ദേഹത്തിന് എന്ത് കൊടുക്കാൻ, അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട്. ഓക്കെ, ലാസ്റ്റ് വൺ, ഡു നോട്ട് കൺഫ്രണ്ട് ദ ഇൻഡിവിജ്വൽ വിത്ത് എ വെപ്പൺ. ഒരിക്കലും വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ആയുധം ഉപയോഗിച്ച് എന്താ പറയാ നേരിടരുത്. ഞാനൊരു സെക്യൂരിറ്റി സ്റ്റാഫ് ആണെങ്കിൽ എന്റെ മുമ്പിൽ ഒരാൾ കിടന്നിങ്ങനെ വയലന്റ് ആവുകയാണ്, ഞാൻ അയാളെ എടാ നീ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വെടിവെക്കുമെന്നും പറഞ്ഞ് എന്ത് ചെയ്യരുത്, ഒരിക്കലും അയാളെ ആയുധം ഉപയോഗിച്ച് എന്ത് ചെയ്യരുത്, കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കരുതെന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
ഓക്കെ, അടുത്തത് പറഞ്ഞോട്ടെ, ഗോൾഡ് ബ്രൗൺ പറഞ്ഞോട്ടെ. ശ്രീജെ പറയണ്ടേ, ഗോൾഡ് ബ്രൗൺ പറയട്ടെ, മനസ്സിലായില്ലേ? ആ ഓക്കെ ഓക്കെ, കോഡ് ബ്രൗൺ നോക്കാം നമുക്ക്. An adult patient is missing, lost or abducted from the hospital. പ്രായപൂർത്തിയായിട്ടുള്ള ഒരാള് മിസ്സാകുന്നതാണ് എന്ത്? കോഡ് ബ്രൗൺ കേട്ടോ. കോഡ് ബ്രൗൺ എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്ന? പ്രായപൂർത്തിയായിട്ടുള്ള ഒരാള് ഹോസ്പിറ്റലിൽ നിന്നൊരു പേഷ്യന്റ് മിസ്സാകുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ് എന്ത്? കോഡ് ബ്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. When a patient is missing from a patient care unit or outpatient clinic and it is suspected that the patient has eloped, been abducted or is lost, conduct a unit search. If the patient does not return, ask the operator to initiate the code brown, notify security and provide a physical description of the patient, clothing worn by the patient when last seen, notify SMA എന്നല്ല സാമ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഓൺ കോൾ ഗസ്റ്റ് റിലേഷൻ മാനേജർ. അതായത് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാകുന്ന സാഹചര്യത്തില് ആ പേഷ്യന്റ് ചിലപ്പോൾ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാണ് മിസ്സാവുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആ പേഷ്യന്റ് മിസ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പേഷ്യന്റ് ഒളിച്ചോടി പോവുമായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ അതാണ് എലോപ്പഡ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ അബ്ഡക്റ്റഡ്, ചില പേഷ്യൻസിനെ ചില ആളുകൾ കിഡ്നാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ പേഷ്യന്റ് തനിയെ തന്നെ പോകാം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പേഷ്യന്റ് നമുക്ക് മിസ്സാവുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മള് എന്താ പറയാ സെക്യൂരിറ്റിയെ ഇൻഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റിനെ കാണാതായി കുറച്ച് സമയത്തിനുള്ളിൽ പേഷ്യന്റ് തിരിച്ചു വന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഓപ്പറേറ്ററെ നമ്മൾ ഇൻഫോം ചെയ്യാം, കോഡ് ബ്രൗൺ അലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു നിശ്ചിത സമയം കൊടുക്കും. ഇപ്പൊ പേഷ്യന്റ് ഒരു 12 മണിക്ക് മിസ്സായെന്ന് വിചാരിക്കാം, ഉടനെ തന്നെ കോഡ് ബ്രൗൺ എന്ത് ചെയ്യില്ല? ആക്ടിവേറ്റ് ചെയ്യില്ല. ആദ്യം അയാളെ ആ കോമ്പൗണ്ടിലൊക്കെ ഒന്ന് തിരയോ, അല്ലെ, പുറത്തുള്ള കടകളിലോ അങ്ങനെയൊക്കെ ഒന്ന് തിരയും. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വന്നില്ല എങ്കിലാണ് എന്ത് ചെയ്യാം? കോഡ് ബ്രൗൺ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കാം. ഇനി എന്ത് ചെയ്യും? സെക്യൂരിറ്റിയെ വിവരം അറിയിക്കും. അതായത് ഇങ്ങനെ ഒരു പേഷ്യന്റ് മിസ്സായി എന്നുള്ളത് സെക്യൂരിറ്റി അറിയിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കും. അദ്ദേഹം വളരെ പൊക്കമുള്ള ആളാണോ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ആളാണോ, അദ്ദേഹം പോകാൻ നേരത്തെ അല്ലെങ്കിൽ അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹത്തെ കണ്ട ഡ്രസ്സ് എന്തായിരുന്നു ഇട്ട, അതുപോലെ ഡ്രസ്സിന്റെ കളർ എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡിസ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ റെക്കോർഡ്, അതായത് ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി എന്ന്, അതായത് ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് ഈ പേഷ്യന്റിനെ കാണാതായി എന്നുള്ള വിവരം സാമ ഇൻപേഷ്യന്റ് റെക്കോർഡിൽ എന്ത് ചെയ്യും? എഴുതാറുണ്ട്. സാമ എന്താണ്? സാമ എന്താ? സാമ എന്താ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സാമ എന്താ? കമന്റ് ചെയ്ത്. സാമ സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് അല്ലെ സാമ. അപ്പോ അതിന്റെ ഒരു ഇൻപേഷ്യന്റ് റെക്കോർഡ് ഉണ്ടാവും. അതിനകത്ത് രേഖപ്പെടുത്തി വെക്കും ഈ പേഷ്യന്റ് ഇന്ന ടൈമിൽ ഇവിടെ നിന്ന് മിസ്സായി എന്നുള്ളത്. ആ ഒരു റെക്കോർഡിൽ എന്ത് ചെയ്യും? രേഖപ്പെടുത്തി വെക്കും. ദെൻ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ത് ചെയ്യും? ഇൻഫോം ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോഡ് ബ്രൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ദെൻ അടുത്തൊരു ടേബിളിൽ പറയുന്നത് notify the patient's attending physician and all staff on call, notify the nursing supervisor on duty, notify family as appropriate. The nursing supervisor will contact the administrator on call. The administrator on call will contact the police for notification. അപ്പൊ പേഷ്യന്റ് മിസ്സായി കഴിഞ്ഞാല് പിന്നെ ചെയ്യുന്ന കാര്യം, അതായത് ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. റിട്ടേൺ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കും. then അദ്ദേഹം ധരിച്ച ഡ്രസ്സ് ഏതാണെന്ന് നോക്കും. അതൊക്കെ ഒന്ന് ടോട്ടൽ അതിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ആ പേഷ്യന്റിനെ ഏത് ഡോക്ടറാണോ നോക്കുന്നത് അദ്ദേഹത്തിന് ഇൻഫോം ചെയ്യും. ഓക്കെ, ഇനി അദ്ദേഹം അവിടെ ആബ്സെന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് പകരം വന്നിട്ടുള്ള ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ വിവരം അറിയിക്കും പേഷ്യന്റ് മിസ്സിംഗ് ആണെന്നുള്ളത്. അതിനുശേഷം നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിക്കുന്നതാണ്. ഡ്യൂട്ടിയിലുള്ള നഴ്സിംഗ് സൂപ്പർവൈസർ വിവരം അറിയിക്കും. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കും.
ദെൻ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യും? പോലീസിന് ഇൻഫോം ചെയ്യും. അപ്പോ ഇതൊരു ക്രമമാണ്. ആദ്യം എന്ത് ചെയ്യുന്നു? അറ്റൻഡിങ് ഫിസിഷ്യനെ പറയുന്നു. ഫിസിഷ്യൻ ഇല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറോട് പറയുന്നു. ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ അറിയിക്കുന്നു. നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്റർ അറിയിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ പോലീസിനെ അറിയിക്കുന്നു. കേട്ടോ? പിന്നെ പോലീസ് വന്നാണ് ഇത് എന്ത് ചെയ്യാം? ഫർദർ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ടേബിള്. Social worker nursing staff will assist the patient's family members and staff during the crisis. Upon locating the patient, notify the in-charge nurse and the NST supervisor that the patient has been located and describe the patient status. The nursing supervisor will notify the administrator on call regarding the return status of the patient. The in-charge nurse will contact the attending physician or on-call house staff that patient has returned to the unit. Assesses and document the patient status. പിന്നീട് എന്താ പറയുന്നത്? അതായത് ഇവിടെ സോഷ്യൽ വർക്കേഴ്സ് പറയുന്നുണ്ട്. സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഇപ്പൊ നമുക്കറിയാം MSW ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ രംഗത്തേക്ക് വരുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെ, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മിസ്സായ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പേഷ്യന്റിനെ കണ്ടെത്തി കഴിഞ്ഞാല്, പേഷ്യന്റ് മിസ്സായ പേഷ്യന്റിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നഴ്സിംഗ് ചാർജിനെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറിനെയും കൂടി നമ്മൾ ഈ വിവരം അറിയിക്കേണ്ടതാണ്. എങ്ങനെയാണ് വിവരം അറിയിക്കേണ്ടത്? ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഈ രോഗിയെ കിട്ടിയിട്ടുള്ളതെന്നുള്ള വിവരം നമ്മൾ എത്രയും പെട്ടെന്ന് അറിയിക്കണം. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ ഉടനെ തന്നെ അഡ്മിനിസ്ട്രേറ്ററോട് ഈ വിവരം പറയും. അതായത് ഈ രോഗിയെ കണ്ടു കിട്ടി എന്നുള്ള വിവരം അഡ്മിനിസ്ട്രേറ്റർ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു? ഈ മിസ്സായിട്ടുള്ള പേഷ്യന്റ് പോലെയാണോ തിരിച്ചു വന്നിരിക്കുന്നത്? എന്തെങ്കിലും കണ്ടീഷനിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കോഡ് പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. എന്നത്തെ ഇങ്ങനെ ഭാര്യ വലിച്ച് ഇവിടെ എഴുതിയാക്കണോ എന്ന് അങ്ങനെ ചോദിക്കില്ല കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസർ ആരെ അറിയിച്ചു അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആരെ അറിയിച്ചു അങ്ങനെയൊന്നും ചോദിക്കില്ല. കോഡുകൾ നോക്കുക, ദെൻ അതെന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കുക. പിന്നെ ചില നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ഇവിടെ നോക്കാനുള്ളത് കേട്ടോ. പ്രധാനമായിട്ടും കോഡുകൾ നോക്കുക. അതുപോലെ തന്നെ അതെന്താണ്? ഇപ്പൊ മിസ്സിംഗ് പേഷ്യന്റ് ആണെങ്കിൽ, ഡിസാസ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഇങ്ങനെ എന്താ പറയുക, വാരി വലിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്പറുകൾ നോക്കാം. 6664 എന്ന് പറയുന്ന നമ്പർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ദെൻ 1841 എന്ന നമ്പർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അങ്ങനെയുള്ള 1745 ഏത് കോഡുമായി ബന്ധപ്പെടുന്നു? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ പാസ് പ്രോട്ടോകോൾ നോക്കാം. പാസ് പ്രോട്ടോകോള് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കേണ്ട രീതി, അതുപോലെ റേസ് പ്രോട്ടോകോൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോഡ് റിട്ടുമായി ബന്ധപ്പെട്ടതാണ് പാസ് പ്രോട്ടോകോളും റേസ് പ്രോട്ടോകോളും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ നോക്കുക. ടേബിൾ അല്ല, സോറി, ഈ ഒരു പിക്ചർ നോക്കുക. ദെൻ പെർഫ്യൂഷൻ എന്താണ്, റെസ്പിറേഷൻ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ രണ്ട് രീതിയിൽ പെർഫ്യൂഷൻ ഉണ്ടെന്ന്, റേഡിയൽ പൾസ്, മറ്റൊന്ന് കേപ്പിലറി റീഫില്ല്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് രോഗങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രോഗങ്ങൾ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രയോറിറ്റി 1, 2, 3, 4 വരുന്നത്. അതൊക്കെ നോക്കി വെക്കുക. പിന്നെ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞ് കേട്ടോ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കുറെ പേരൊക്കെ ലെഫ്റ്റ് ആയി പോയി. തുടങ്ങിയപ്പോ തന്നെ കുറെ പേരൊക്കെ പോയി. ഈ ഒരു ടേബിള് കണ്ട് അന്തപ്പെട്ടാണെന്ന് തോന്നുന്നു. കുറച്ചു പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ നെക്സ്റ്റ് ക്ലാസ് അല്ലെ, നെക്സ്റ്റ് വീക്ക് നമ്മൾ പുതിയ ചാപ്റ്റർ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മിക്കവാറും ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കാനാണ് കേട്ടോ. പറയാൻ പറ്റില്ല, അതാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്താ ഡൗട്ട് എന്താ ഉള്ളത് ശ്രീജെ? മാം കോഡ് ബ്ലൂ അല്ലേ? കോഡ് ബ്ലൂ ഇല്ലേ,
കോഡ് ബ്ലൂയില് റെസ്യൂം നോർമൽ ഓപ്പറേഷൻ ഇല്ല, നാലാമത്തെ കോളത്തിലെ ഫസ്റ്റ് സെന്റൻസ് റെസ്യൂം നോർമൽ ഓപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ആ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടേ നോർമൽ ഓപ്പറേഷൻസ് ചെയ്യാമെന്നാണ് പറയുന്നത് അവിടുത്തെ മെമ്പേഴ്സിന്. ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇത്രയും ഉള്ളൂ. ഓക്കെ. കോഡൺ ഓഫ് ഇല്ലേ, ഈ കോഡ് ഓറഞ്ചില് തേർഡ് കോളത്തിലെ തേർഡ് അല്ല ഫോർത്ത് കോളത്തിലെ കോഡൺ ഓഫ് എന്നുള്ളതിന്റെ മീനിങ് എന്താ മാം? ഏതാണ് ഫോർത്ത് കോളത്തിലെ കോഡൺ ഓഫ്? കോർഡൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എന്താണെന്ന് പറഞ്ഞുതരാം. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കോർഡൻ പറഞ്ഞു നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ മാം, എത്രയേ ഉള്ളൂ. താങ്ക് യു. അത്രേ ഉള്ളൂ അല്ലെ? ബാക്കിയെല്ലാം മനസ്സിലായോ? ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് വായിക്കുക ചാപ്റ്റർ കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.